എന്ന് എക്കോടെക്നീഷ്യൻ എന്നോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, രോഗി മാറിപ്പോയതല്ല, രോഗിയെ മാറ്റുന്നവനായ സർവശക്തനായ എൻ്റെ യേശു വലിയവനെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജോലിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. എൻ്റെ കർത്താവ് നിങ്ങളെയൊക്കെയും ഉപയോഗിക്കട്ടെ. അനേകർ ഭാരത്തോടു കൂടി കടന്നു വരുമ്പോൾ അപ്രകാരം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ കൊടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷികൾ പറഞ്ഞാൽ ഒത്തിരി പറയുവാനുണ്ട്, എന്നാൽ എനിക്ക് കൂടുതൽ സമയം എടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ 4 ആഴ്ചക്ക് മുമ്പ് ബെന്നി എന്ന് പറയുന്ന കുമ്പനാട് എലീം ചർച്ചിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് വലിയൊരു സീരിയസ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പരിശോധിച്ച അഡൽട്ട് കാർഡിയോളജിസ്റ്റ്, ഞാൻ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. അഡൽട്ട് കാർഡിയോളജിസ്റ്റ് കണ്ടു, ആൻജിയോഗ്രാം ചെയ്തിട്ട് പറഞ്ഞു ഏകദേശം 6 രക്തക്കുഴലിൻ്റെ ബ്രാഞ്ചസ് 6 അടുത്ത് ബ്ലോക്ക് ഉണ്ട്. ഇത് ഞങ്ങൾ ബൈപ്പാസ് ചെയ്താലും എന്തുമാത്രം പ്രേരം ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഇട്ടുവിട്ടു. പക്ഷേ തനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതികഠിനമായ ചെസ്റ്റ് പെയിൻ ആയിരുന്നു, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ. അതുകൊണ്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി തന്നെ വേണ്ടി വരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അവിടുത്തെ യൂത്ത് മീറ്റിംഗ് ഞാൻ ഒരു പ്രാവശ്യം കടന്നു പോയതുകൊണ്ട് അവിടുത്തെ ഡെന്റൽ ഡോക്ടർ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം ലേഡി ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ ഈ ചർച്ച മെമ്പറിന് അങ്ങോട്ട് വിടുകയാണ്, ഡോക്ടർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണേ വരട്ടെ. കാരണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി എനിക്കും ബുദ്ധിമുട്ടാണ്, നാളെ എനിക്കും പ്രസംഗിക്കണമല്ലോ. അതുകൊണ്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വരട്ടെ എന്നുള്ള ധാരണയിലായി. അന്ന് വളരെ എമർജൻസി ആയിട്ട് കടന്നു വന്നു. ഹാർട്ട് സർജൻസ് കണ്ടു. അവർ ഡിസൈഡഡ് ടു പുട്ട് 6 ഗ്രാഫ്റ്റ്. സാധാരണ ഒരു 4 ഗ്രാഫ്റ്റ് കൂടുതൽ ഞങ്ങൾ ചെയ്യാറില്ല. കാലയിൽ നിന്ന് വെയിൻ എടുത്തിട്ട് ബ്ലോക്ക് ആയിരിക്കുന്നതിന് താഴെ കണക്ട് ചെയ്യുന്നതിനാണ് ബൈപ്പാസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബൈപ്പാസ് ചെയ്ത് 6 ഗ്രാഫ്റ്റ് വെക്കാനായിട്ട് തീരുമാനിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഹൈ റിസ്ക് കേസാണ്, ഞങ്ങൾ ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു തീരുമാനം തരുവാൻ, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും തരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് ഇവർ ചെസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പ്രഷർ ലോ ആയി, പൾമണറി ഹൈപ്പോടെൻഷനായി, ഹാർട്ട് വിറയ്ക്കുവാൻ തുടങ്ങി. നിങ്ങൾ നഴ്സുമാരുടെ അറിയാം, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും. VA പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ രക്ഷിക്കാനായിട്ട്. തിയേറ്ററിനകത്ത് വെച്ച് തന്നെ വളരെ കോംപ്ലിക്കേഷനായി. ഇവർക്ക് തിരിച്ച് ക്ലോസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ വിടാനും പറ്റുന്നില്ല. ആകെ ടെൻഷനായി. അവർ ധൈര്യത്തോടെ ഈ 6 ഗ്രാഫ്റ്റ് വെച്ച് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയും, ഒരു ബലൂൺ പമ്പിലേക്ക് അവർ മാറ്റി. ബലൂൺ പമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടിയും വെള്ളവും കയറും വെച്ച് വെള്ളം കോരിയെടുക്കുന്ന പോലെ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ശേഷിക്കുറവുള്ളതുകൊണ്ട് ഹാർട്ടിനകത്തുനിന്ന് ബ്ലഡ് കോരിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. രാവിലെ ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ഭാര്യ പിതാവ് വളരെ വേദനയോടുകൂടി എൻ്റെ അടുക്കൽ ഓടി വന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങൾ, 3 വയസ്സും 2 വയസ്സുമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ. ഇദ്ദേഹം സ്മോക്കിംഗ് ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സിസ്റ്റം ആൾക്കാരുടെ ഹൃദയധമനി കൊറോണറി ആർട്ടറി കമ്പാരിറ്റീവ്ലി വെരി ടൈനി, സ്മോളറാണ് ദാൻ അതർ കൺട്രീസ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അറ്റാക്ക് വരുന്നത്. കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഹാർട്ടിൻ്റെ അറ്റാക്ക് വളരെ കൂടി വരികയാണ്. ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 65-68 കൂടുതലാരും ജീവിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ ഞങ്ങൾക്ക് വരും. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ 65 വയസ്സിൽ കൂടുതലാരും ജീവിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കറിയാം ലൈഫ് എക്സ്പെക്ടേഷൻ ഇസ് വെരി പുവർ. ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടുക, കാരണം ഹാർട്ട് അറ്റാക്ക് അതുപോലെ കൂടി വരിക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് ടൈം പോകും. അവിടെ നോട്ട് ടേക്ക് മച്ച് ടൈം. പവർ വിഷനിൽ കാണാം. ആഴ്ചയിൽ 5 പ്രാവശ്യം ഞാൻ അപ്പിയർ ചെയ്യുന്നുണ്ട്, അരമണിക്കൂർ. നല്ല കുട്ടികളുടെ പ്രോഗ്രാമാണ് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ അഡൽട്ട് ഡോക്ടർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ അഡൽട്ട് പ്രോഗ്രാമുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള നല്ല ടോക്കായിരുന്നു. രാവിലെ ഏതായാലും എന്നോട് ഈ ഭാര്യ പിതാവ് ഓടി വന്നു, വളരെ വേദനയോടുകൂടി വന്നു. അവരുടെ ചർച്ചിലെ പാസ്റ്റർ ഓടി വന്നു.
ഞാൻ പറഞ്ഞു നിങ്ങളെ അകത്ത് കൊണ്ടുപോയി കാണിക്കാം, സാറിന് ഐസിയിലെ കയറ്റത്തില്ല, മാസ്ക് ക്യാപ്പും എല്ലാം ധരിച്ചോ, ഞാൻ അകത്ത് കൊണ്ടുപോയി ഇദ്ദേഹത്തെ കാണിക്കാം. ബൈപ്പാസ് കഴിഞ്ഞവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സൂയിസൈഡ് ബോംബറിനേക്കാളും കഷ്ടമാണ്. ദേഹം മുഴുവനും വയറുകളാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. മെഷീനുകൾ കാണിച്ചു. വളരെ അത്യാഹിത നിലയിൽ അരിത്തിമിയാസും ഹാർട്ടിൻ്റെ ബീറ്റ്സൊക്കെ വളരെ താളം തെറ്റി അടിക്കുന്ന ഒരു സന്ദർഭം. ഒരു കാരണവശാലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ നിന്നത്. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന് ഒരു ഉയർത്തുനിൽപ്പ് കൊടുക്കുവാൻ കഴിയുമെന്ന് നമ്മൾ എപ്രകാരം വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ രണ്ടുപേർ ഐക്യബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും തരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തിരിക്കുന്ന നേഴ്സുമാരും ഡോക്ടർമാരെന്ന് ഞാൻ കണക്കൂട്ടിയില്ല. കാരണം കർത്താവ് പറയുന്നത്, നീ എന്നെ ടെസ്റ്റിഫൈ ചെയ്യുവാൻ ഷെയിംഫുൾ ആണെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുക്കൽ വരുമ്പോൾ ഐ ഓൾസോ വിൽ ഷെയിം യു. അതുകൊണ്ട് എന്നെ അപ്ഹോൾഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനും നിന്നെ അപ്ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് ഈ ഷെയിം ഒന്നും വിചാരിക്കേണ്ട. ഒരാളെ കൂടെ തീപ്പൊയിൽ വലിച്ചു കയറ്റുവാൻ ദൈവം നിങ്ങൾക്ക് ആയുസ്സും ബലവും തന്നിരിക്കുന്നുവെങ്കിൽ, സമയവും സന്ദർഭവും തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം നിങ്ങൾ അറിയിക്കുക. അത് ദൈവം പ്രവർത്തിച്ചോളും. ബിസിനസ് നിന്റേതല്ല, പരിശുദ്ധാത്മാവിന്റെ. അവൻ പ്രവർത്തിക്കും. അത് മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും പ്രവർത്തിക്കും. ഞാൻ ടൈപ്പയുടെ പ്രദേശത്തായിരിക്കുമ്പോൾ ജയിൽ മിനിസ്റ്റർ ചെയ്യുമായിരുന്നു. ആ സമയത്ത് 3 വർഷത്തിന് ശേഷം എനിക്ക് ഇമെയിൽ സന്ദേശം ലഭിച്ചു. ഡോക്ടർ മറന്നുപോയി കാണുമായിരിക്കും. ഞങ്ങളുടെ ഡീറ്റൻഷൻ സെല്ലിൽ സൺഡേ ഒരു പ്രാവശ്യം വന്ന് സുവിശേഷം അറിയിച്ചല്ലോ. ഇനി ഞാൻ 3-ാം വർഷം ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയാണ്, മാനില ഫിലിപ്പീൻസ് ബൈബിൾ കോളേജിലാണെന്ന് എഴുതിയ ഒരു ഇമെയിൽ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ വചനം എപ്പോൾ ഏത് സമയത്ത് അവർ ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ നിരാശരാവണ്ട. ദൈവത്തിന്റെ വചനം നിങ്ങൾ അറിയിക്കുക. അത് ദൈവം പ്രവർത്തിക്കും. കാരണം ബിസിനസ് പരിശുദ്ധാത്മാവിൻ്റെതാണ്, നിന്റേതല്ല. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങൾ 3 പേര് ആ സമയം വളരെ വേദനയോടുകൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി. അന്ന് വൈകിട്ട് തന്നെ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പിൽ നിന്ന് മാറ്റുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് ഇതൊക്കെ വെന്റിലേറ്ററിൽ നിന്ന് വീൻ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. 2-ാമത്തെ ദിവസം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവം വല്ലതും ഉണ്ടായോ? അപ്പം അദ്ദേഹം പറഞ്ഞു, സാറേ, എൻ്റെ ആത്മാവ് മുകളിലേക്ക് പോകുന്നത് കാണാം. എന്നാൽ ദൈവത്തിൻ്റെ ചില മക്കള് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഈ ആത്മാവ് തിരികെ വന്നു എന്ന് പറയുന്ന ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മുടെ ഡിഗ്രിയോ പണമോ പ്രതാപോ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളോ കാറുകളോ ഒന്നുമല്ല വിഷയം. ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ഉപരിയായി PhD എടുത്തിട്ടുണ്ട്. വേൾഡില് കാവാസാക്കി എന്ന് പറയുന്ന രോഗത്തിന് ഫസ്റ്റ് ആനിമൽ മോഡൽ റിസർച്ചിന് വേണ്ടി കണ്ടുപിടിക്കുന്നത് ഞാൻ ആ സാക്ഷികളൊക്കെ പറഞ്ഞ് ഒത്തിരി നീണ്ടു. പക്ഷെ ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഗേറ്റുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഡിവൈഡ് ചെയ്ത് ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ ലഘുലകളുമായി പോകാറുണ്ട്. അനേകം കർത്താവിനെ കാണുവാനും ഏകദേശം more than 700 young youth people, 4 overseas workers കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിപ്പാൻ തങ്ങളുടെ പ്രദേശത്തായിരുന്നപ്പോൾ ദൈവം കൃപ ചെയ്തനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവാഞ്ചലിസം കോർഡിനേറ്ററായിട്ട് ഏകദേശം 4 വർഷത്തോളം പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അവിടേക്ക് പോകുന്നത് തന്നെ അത്ഭുതമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പുറത്തു പോയി പഠിക്കണം വലിയ ആഗ്രഹമായിരുന്നു. ഫൈനാൻസ് അതിന് അനുവദിച്ചില്ല. എൻ്റെ കറ്റാനത്തെ ചെറിയ സഭയിലെ മക്കള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ശനിയാഴ്ച വൈകിട്ട്. എത്ര ബിസി ആയാലും ഞങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ രാത്രിയിൽ വൈകിട്ട് 7 മണിക്കൊരു പ്രേയർ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയമാണ്.